ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ സാധനം അൺബോക്സ് ചെയ്യാനാണ്. ഇത്ര നാൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി S23 അൾട്ര. അത് ഞാൻ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നി ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവുക S25 അൾട്രയിലോട്ടായിരിക്കും. ഒരിക്കലുമല്ല. ബിക്കോസ് സാംസങ് കൊള്ളാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പ്രശ്നമുള്ളതുകൊണ്ടല്ല അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാത്തത്. കുറേ നാളായിട്ട് സാംസങ് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് കുറേ കാലമായിട്ട് ഉപയോഗിക്കുകയാണ്. അതിന് മുന്നേ iPhone 13 ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ iPhone 13 കുറേ നാൾ ഉപയോഗിച്ച് അടുത്തപ്പോഴാണ് ഞാൻ ആക്ച്വലി ആൻഡ്രോയിഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ ആൻഡ്രോയിഡ് നമ്മളൊരു കംഫർട്ട് സോൺ ആണല്ലോ. നമുക്ക് വിൽ ബി വെരി ഹാപ്പി എന്ത് യൂസ് ചെയ്യുമ്പോഴതിനകത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, കണ്ടോ, iPhone 17 Pro Max ആണ്. ഓക്കെ, അതും ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. മൈജി എന്നാണ് എടുത്തത്. ഓറഞ്ച് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഓറഞ്ച് എടുക്കാനാണ് തോന്നിയത്. കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്താൽ. പിന്നെ നമുക്ക് കുറേ ആൾക്കാരായിട്ട് ഇരിക്കുന്നത് കണ്ടു, നല്ല രസമുണ്ടെന്ന് തോന്നി. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ. നമുക്ക് നമ്മുടെ ഐഫോൺ അൺബോക്സ് ചെയ്യാം. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഓറഞ്ച് കളറാണ്. ഓക്കെ, സോറി, ഐഫോൺ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു ഐഫോൺ. ഇതിൻ്റെ ബില്ലാണ്. ഇതായിരുന്നു അതിൻ്റെ പുറത്തോട്ടിരിക്കുന്ന സ്റ്റിക്കർ. പിന്നെ ഒരു കേബിൾ ഉണ്ടായിരുന്നു, ടൈപ്പ് സി കേബിൾ ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കുത്തിയിട്ടിരിക്കുക. സോ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിലാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കുന്ന വീഡിയോയുടെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് iPhone 17 Pro Maxലാണ്. അതിൻ്റെ 4K 60 FPS ഇനി നമ്മൾ അടുത്ത ഷോട്ട്സ് എല്ലാം നമ്മൾ ആ ഫോണിൻ്റെ എടുക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ ഇരിക്കുന്ന iPhone 13 സോ ഇതിലാണ് ബാക്കി ഷോട്ട്സ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് iPhone 13 പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. iPhone 13 2022 ആ ഒരു കാലഘട്ടത്തിൽ എടുത്തൊരു ഫോണാണ്. ഇപ്പോഴും അതിൻ്റെ വീഡിയോ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഏതൊരു ഫോണിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് എനി ആൻഡ്രോയിഡ് ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ എന്ന് എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഫോട്ടോ അല്ല ഞാൻ പറയുന്നത്, വീഡിയോ ക്ലാരിറ്റി. കാരണം നിങ്ങളൊന്ന് നോക്കി, ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ, 13 ഷൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് iPhone 17 Pro Max. ഞാനൊരു ട്രാൻസ്പെറൻറ്റ് കേസ് വാങ്ങിച്ചിട്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ ഓറഞ്ച് കളറായിരുന്നു വാങ്ങിയത്. അപ്പം ആ ഓറഞ്ച് കളർ എല്ലാവരും ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് കേസ് തന്നെ വേണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളുണ്ട് ഈ ഫോൺ യൂസ് ചെയ്തപ്പം. അതായത് അത്യാവശ്യം നല്ല സ്മൂത്താണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്, അതായത് ഒരു ഫോൺ സെറ്റപ്പ് ചെയ്ത് നമ്മൾ കയ്യിലെടുത്ത് നമ്മൾ ക്യാമറയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്ന സാധനം തോന്നി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് വേപ്പർ കൂളിംഗ് ടെക്നോളജി, വേപ്പർ ചേമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിനകത്ത്. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഫോൺ ഹീറ്റായി ഇതുവരെ, ഇപ്പം ഞാനിത് മേടിച്ചിട്ട് ഒരാഴ്ചയായി. കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് ഉപയോഗിച്ചിട്ട് ഹീറ്റിംഗ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അത്യാവശ്യം ഗെയിം കളിച്ചു, എല്ലാം ചെയ്ത് നോക്കി, പക്ഷേ ഹീറ്റിംഗ് അത്യാവശ്യം ആകുന്നില്ല. ഔട്ട്ഡോർസിൽ ഞാൻ ഗെയിമൊന്നും കളിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ വീടിൻ്റെ അകത്ത് നിന്ന് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സിനാരിയോ ഞാൻ പറയുന്നത്, നമുക്കത് നല്ലോണം അറിയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് മറ്റേ ഇതാണ് 26.2 അപ്ഡേറ്റ്, ലേറ്റസ്റ്റ് iOS 26.2 ലിക്വിഡ് ഗ്ലാസ് അങ്ങനത്തെ തീമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്താണ്. സോ ഇതിനകത്ത് മെയിനായിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ച് കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ പഴയ ഐഫോണിൽ നിങ്ങൾക്കറിയാം, പഴയ അപ്ഡേറ്റിൽ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറേ നോക്കി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് കസ്റ്റമൈസ് എന്ന് കൊടുത്താൽ നമുക്കിപ്പോൾ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഓപ്ഷൻസ് ഒന്നും ഞാൻ ആൻഡ്രോയിഡായിട്ട് കമ്പയർ ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് കമ്പയർ ടു ആൻഡ്രോയിഡ് ആ കസ്റ്റമൈസേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ഡാർക്ക് തീമുണ്ട്, ക്ലിയർ ഉണ്ട്, ടിൻറ്റഡ് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. പക്ഷേ പേഴ്സണലി എനിക്ക് സത്യത്തിൽ ഇഷ്ടം മറ്റേ തന്നെ യൂസ് ചെയ്യാൻ. അതായത് എന്താണ്, ഐഫോണിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഈ സാധനം ഡിഫോൾട്ട് ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റു കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കി, ഇതിൻ്റെ ക്യാമറ നോക്കൂ. പിന്നെ ഐഫോണിൽ എടുത്ത് പറയേണ്ടത് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്പീഡാണ് ഫോട്ടോ എടുക്കുമ്പോൾ. നമ്മൾ ആ വിചാരിക്കുമ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഫോട്ടോ. പിന്നെ ഈ വിവിഡ് ഫിൽറ്റർ ആക്ച്വലി ഇപ്പം പലതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല.
അത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അത് ഞാനും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് എനേബിൾ ചെയ്തത്. സോ അത് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാം. പിന്നെ ക്യാമറയിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. വീഡിയോ എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ എന്താണ് 4K, ഞാനിപ്പോൾ ലോഗൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ലോഗ് വീഡിയോ നമുക്ക് മാക്സിമം 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ലോഗ് വീഡിയോ എനിക്ക് എന്താണെന്ന് അറിയാം, നമുക്ക് വിത്തൗട്ട് എനി എന്താ പറയുക പ്ലെയിൻ ആയിട്ട് വീഡിയോസ് എടുക്കാം. അതിനെ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും, കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്രെയിം റേറ്റ് നമ്മൾ 4Kയിൽ പോയാൽ നമുക്കിപ്പോൾ എന്താണ് 120 FPS വരെ 4Kയിൽ പോവുകയാണെങ്കിൽ നമുക്കിപ്പം 120 FPS വരെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ക്ലാരിറ്റി ഉണ്ടോ? ഞാനൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം, നോക്കിക്കോണേ. ഇതാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ. ഓക്കെ, ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. എത്ര സ്മൂത്താന്ന് നോക്ക്. നല്ല കളേഴ്സ് ഉള്ള സമയത്ത് 4K 120 FPS നല്ല രസമായിരിക്കും തോന്നുന്നു. നല്ല ലൈറ്റുള്ള സമയത്ത്. പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റിക് നമുക്ക് 4K 30 FPS ആണുള്ള സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പേഷ്യൽ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ പ്രോറസ് മോഡ് ആണ് ഞാൻ നേരത്തെ കാണിച്ച ലോഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് വരുന്നുണ്ട്, എന്താ ആപ്പിൾ ഇൻ്റലിജൻസ്. ഓക്കെ, ആപ്പിൾ ഇൻ്റലിജൻസ് അത്രയും സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം സാംസങ്ങിലുള്ള ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ക്യാമറ എനിക്കൊന്നും പറയാനില്ല. അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വന്നിരിക്കുന്ന 3 ക്യാമറയും 48 മെഗാ പിക്സലിലാണ് 3 ലെൻസും കൊടുത്തിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ആ ഒരു 0.5 എടുത്താലും അതുപോലെ ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ 8x-ലാണെങ്കിലും 4x-ലാണെങ്കിലും ഒക്കെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റുന്നുണ്ട് എന്തുമാത്രം ഉണ്ടെന്ന്. പിന്നെ അതേപോലെ തന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിപ്പം കുറേ കസ്റ്റമൈസേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇങ്ങനെ ഫേവറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം. അതൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. ഒരു 13-ൽ നിന്ന് പണ്ട് ഉപയോഗിച്ചിരുന്ന 13-ൽ നിന്ന് ഇപ്പം 17 Pro Maxലോട്ട് വരുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് കൊള്ളാം. ഞാൻ ഈ ഫീച്ചറുകളൊന്നും ആൻഡ്രോയിഡിലെ ഫീച്ചറുകളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ സ്പീക്കർ പെർഫോമൻസ് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പം അതിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതേപോലെ വേറൊരു കേസ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AAA ടൈറ്റിൽസ്, ആ ഗെയിംസ് ഒക്കെ ഉള്ള പ്രിൻസ് ഓഫ് പേർഷ്യ അങ്ങനത്തെ ഗെയിംസൊക്കെ നമുക്കിതിനകത്ത് കളിക്കാം. അസാസിൻസ് ക്രീഡ് അതൊക്കെ നമുക്കിവിടെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാനത് കളിച്ച് നോക്കിയായിരുന്നു ആക്ച്വലി ആ ഗെയിംസൊക്കെ. ഒരു രക്ഷയില്ല. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻറ്റ് ഈവിൽ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിങ്ങിനെ പറ്റി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും വലിയ ഗെയിം ഞാൻ കുറേ നേരം കളിച്ചിട്ട് അതിന് ഹീറ്റിങ് വലുതായിട്ട് ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. മറ്റേത് ഫോണിങ്ങനെ കയ്യിൽ നമ്മൾ പഴുക്കുമല്ലോ എന്തെങ്കിലും ഗെയിം കളിക്കുമ്പോഴേ. പിന്നെ അതേപോലെ ഇതിൻ്റെ മെയിൻ എടുത്തു പറയേണ്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ ഫീച്ചർ എന്താണെന്ന് എനിക്ക് ആലോചിക്കുമായിരുന്നു എടുത്ത് പറയേണ്ടത്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ആട്ടോ. അതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ പോയത്. ഓക്കെ, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ, ബാക്കിയുള്ള ഐഫോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. അതായത് ഇത് 17 Pro Max ആണ്. ഇതിൻ്റെ ബാറ്ററി എത്രയാണ് 4800 mAh എങ്ങാണ്ടാണ്. അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാനൊരു എത്ര മണിക്കാണ് 6:30 ചാർജ് ചെയ്തു. ഞാൻ 85 എങ്ങാണ്ടാക്കിയത്, ഇപ്പോൾ 72. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ യൂസേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഭയങ്കര ഹെവി യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തു, ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തു, വാട്സാപ്പ് നോക്കി, സ്നാപ്ചാറ്റ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബാറ്ററി ബാക്കപ്പ് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ചാർജിങ് സ്പീഡ്, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഇതിൻ്റെ കൂടെ മേടിക്കാൻ പറ്റിയ ചാർജർ എന്ന് പറഞ്ഞാൽ 20 വാട്ട്സിൻ്റെ ട്രഡീഷണൽ ചാർജർ തന്നെ. ഇതിനകത്ത് മാക്സിമം നമുക്ക് 40 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പലതിലും ഞാൻ കണ്ടു. പക്ഷേ അതിൻ്റെ ചാർജറിന് അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പക്ഷേ ഈ 20 വാട്ട്സ് യൂസ് ചെയ്തിട്ട് പോലും അത്യാവശ്യം നല്ല സ്പീഡിൽ ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളതിന് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഭയങ്കര സ്പീഡിൽ കയറുന്നുണ്ട്. ഞാൻ ആൻഡ്രോയിഡായിട്ട് ഇതും കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ബാക്കി ഐഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ കയറുന്നുണ്ട് ചാർജ്. പിന്നെ എനിക്ക് ഇതിനകത്ത് ക്യാമറ ഫീച്ചേഴ്സാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം നല്ല ചേഞ്ചസും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ലെവലുണ്ടല്ലോ, അത് നല്ല രസമുണ്ട്.
ഇതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷനായിട്ട് തോന്നിയത്. ബാക്കി ഒരു യൂസർ റിവ്യൂ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് എന്താ പറയുക, ഉപയോഗിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നന്നായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കണം ഈ ഫോൺ. ഇപ്പോൾ നമ്മളധികം ഉപയോഗിച്ചിട്ടില്ല, ഏകദേശം ഒരാഴ്ച ആകുന്നേ ഉള്ളൂ ഈ ഫോൺ എടുത്തിട്ട്. അപ്പോൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ഞാൻ പറയും. ഇതൊക്കെ ഞാൻ ഇനീഷ്യലി എനിക്ക് നോക്കിയപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ റിവ്യൂ ആയിട്ടിട്ട്. പിന്നെ 3D അത് ഒരു കേസ് പറയാൻ പറ്റും. ഇപ്പം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോട്ടോസ് ഉണ്ടല്ലോ, എഡിറ്റ് ചെയ്തിട്ട് 3D ആക്കാം. ഐ മീൻ ഇപ്പം നമ്മൾ ഈ സ്കൈയുടെ അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കില്ലേ, അങ്ങനത്തെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഈ ഫോട്ടോ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോട്ടെ. സ്പേഷ്യൽ സീൻ, ലെറ്റ് മീ ചെക്ക്. ഇതാണ് ഈ സംഭവം തന്നെ. ഇപ്പം ഇതുണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിപ്പോൾ സ്പേഷ്യൽ സീനിലോട്ട് കൺവേർട്ട് ചെയ്തൊരു 3D ഇമേജായി മാറി. ഇതിപ്പം ഞാനെടുത്തൊരു പിക്കാണ്, നൈറ്റിൽ ഞാനെടുത്ത എൻ്റെ പെറ്റിൻ്റെ പിക്കാണിത്. പക്ഷേ അതേപോലെ തന്നെ നല്ല ഈ സ്കൈയുടെയൊക്കെ ഫോട്ടോസും, അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ എടുക്കത്തില്ല. ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ ഒരു വലിയ പ്രതിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സാധനങ്ങൾ നമുക്ക് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതൊരു നല്ലൊരു രസമുണ്ട്. വാൾപേപ്പറൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇത്രയാണ് എനിക്ക് ഐഫോണിനെ പറ്റി പറയാനുള്ളത്. ബാക്കി ഒക്കെ പുറകെ വരുന്നതായിരിക്കും. താങ്ക് യു. അപ്പം ഇനി ഞാൻ കുറച്ച് ആക്റ്റീവ് ആയാലോ എന്ന് ആലോചിക്കുകയാണ്. വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. കുറച്ച് എനിക്ക് കണ്ടൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നൊന്ന് സജസ്റ്റ് ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭയങ്കര ഉപകാരമായിരിക്കും. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഗൈസ്.